എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പൂസിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനും അച്ചൂസും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പുറകെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനവും പ്രസംഗവും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ചെല്ലുമ്പോൾ തന്നെ ഐസ്ക്രീം കടകളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളിലെ പാർക്കിൻ്റെ അതിലൂടെയും പിന്നെ സ്കൂൾ മൊത്തം ഞങ്ങൾ കറങ്ങി നടക്കുകയായിരുന്നു. കാരണം അച്ചൂസ് ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുത്ത് ഒരുവിധം ഉറങ്ങുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും പ്രോഗ്രാമൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൂസിൻ്റെ പ്രോഗ്രാം കഴിയാതെ അപ്പൂസിനെ നമുക്കിനി കാണാൻ പറ്റത്തില്ല. ഏകദേശം 9:30 ആവുമെന്ന് തോന്നുന്നു. അവിടെ സമ്മാനദാനങ്ങളും അതുപോലെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കതൊന്നും ഇരുന്ന് കാണാനുള്ള ഒരു ടൈം കിട്ടിയില്ല. ഇനി കൂടെ നമുക്ക് അനിയത്തിയും മക്കളും അമ്മയും ശ്രീയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർ ഇരുത്തിക്കാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ കണ്ടല്ലോ, അച്ചൂസി ഇരിക്കാത്തത് കൊണ്ട് എനിക്ക് വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രോഗ്രാംസൊക്കെ. കാരണം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും സൗണ്ടും എല്ലാം നല്ല സൂപ്പറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മക്കളുടെ പ്രോഗ്രാംസൊക്കെ കാണാനായിട്ട്. പിന്നെ എല്ലാ പ്രോഗ്രാംസൊന്നും എടുക്കാൻ പറ്റില്ല. മൈം അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അച്ചൂസ് ആരുടെയും കയ്യിൽ പോകുന്നുണ്ടായിരുന്നില്ല. അവൻ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഉറങ്ങിയ ശേഷമാണ് ഞാനൊന്ന് പ്രോഗ്രാം ഇരുന്ന് കണ്ടത്. അതും അപ്പോഴത്തേക്കും തീരാറായിരുന്നു പ്രോഗ്രാം. നല്ല എന്താ പറയുക, കോർഡിനേഷൻ ഭയങ്കര പക്കായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ലാഗ് അടിച്ചൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല രസമായിട്ട് പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മോൻ പഠിക്കുന്ന പുറ്റുമാനൂർ സ്കൂളിലാണ്. അതൊരു ഗവൺമെൻറ് സ്കൂളാണ്. ഗവൺമെൻറ് സ്കൂളിൻ്റെ നിലവാരം ഇത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരു സ്കൂളാണ് കേട്ടോ അത്. കാരണം അവിടുത്തെ ഈ ഒരു സ്കൂളിലെ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവിടുത്തെ ഓരോ പ്രോഗ്രാംസ് ആണെങ്കിലും ഒക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. മിക്ക ദിവസവും പത്രത്തിൽ ഈ ഒരു സ്കൂളിൻ്റെ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ന്യൂസായിട്ട് കാണാറുണ്ട്. അത്രയും സൂപ്പർ സ്കൂളാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അപ്പൂസിൻ്റെ പഠിത്തത്തിലാണെങ്കിലും ഈ ഒരു സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഈ ഒരു സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഗവൺമെൻറ് സ്കൂളും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവൻ പഠിക്കുന്ന ആ ഒരു സ്കൂള് പക്കായാണ്, നമുക്കൊന്നും പറയാനില്ല. സൂപ്പറാണ്. അപ്പം ഇന്നലത്തെ പ്രോഗ്രാമൊക്കെ സൂപ്പറായിരുന്നു. അനിയത്തിയും മക്കളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നമ്മൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് വന്നത്. ഏകദേശം 10:30 നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. വന്നപ്പോൾ തന്നെ എല്ലാവരും ടയേർഡായിരുന്നു. എല്ലാവരും ഫ്രഷായി നേരെ കയറി കിടന്ന് ഉറങ്ങി. ഫുഡൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക, അപ്പൂസിനെ രാവിലെ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് 9:30 ആയപ്പോഴാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ പ്രോഗ്രാം കഴിയാതെ നമ്മളെ പേരൻസിനെ ആരെയും കാണിക്കില്ല. ടീച്ചേഴ്സ് തന്നെയാണ് ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നതും. അത് കഴിഞ്ഞാൽ അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഫുഡും കഴിപ്പിച്ചിട്ടാണ് നമ്മുടെ അടുത്തോട്ട് പറഞ്ഞു വിടുള്ളൂ. അല്ലാതെ നമ്മുടെ അടുത്തോട്ട് വിടില്ല. അപ്പോൾ അതുകൊണ്ട് 9:30 ആയി. 9:30 കഴിഞ്ഞു അവനെ ഞങ്ങൾ കണ്ടപ്പോൾ. ചെന്നപ്പോൾ മുതൽ അവനെ കാണാൻ വേണ്ടി നോക്കുന്നതാണ്. പിന്നെ അവന് കൂട്ടുകിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആരും വേണ്ട. അവനിങ്ങനെ കളിച്ച് ഇങ്ങനെ നടന്നോളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ്. കാരണം അത്യാവശ്യം നമ്മുടെ വീഡിയോസൊക്കെ ഇടുന്നത് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ലൈക്കും കമൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.